മുത്തുമണീസ്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് എന്താണെന്നറിയോ? ഇത് എന്താ സാധനം എന്നറിയോ? അപ്പം നമ്മളൊക്കെ ചെറുപ്പത്തിൽ, നിങ്ങൾ കഴിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കുട്ടിയായിരിക്കുന്ന സമയത്ത് അംഗനവാടിയിൽ കുറേ വരി നിന്ന് വഴക്കിട്ട് വാങ്ങിയ ഒരു സംഭവമാണ് കേട്ടോ. അപ്പം നമുക്കിത് കിട്ടിയത് ഒരുപാട് നമ്മളെ സ്നേഹിക്കണം, ഇഷ്ടത്തോടു കൂടി നമുക്ക് ഇത് ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ അയച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇടാൻ ഇത്തിരി വൈകി, കാരണം നോൽമ്പും ഇതൊക്കെ ആയപ്പോൾ കുറച്ച് വൈകി കേട്ടോ വീഡിയോ ഇടാൻ. അപ്പോൾ ഇത് ആരൊക്കെ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അംഗനവാടി പഠിക്കുന്ന സമയത്ത്, ഞാൻ പഠിക്കുമ്പോഴല്ല കേട്ടോ, ഞാൻ റജിക്കുട്ടിൻ്റെ പ്രായത്ത് ഓരോ കുട്ടികൾ അംഗനവാടിയിൽ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ കുറച്ച് വലുതായിരിക്കും. ആ സമയത്ത് ഞാൻ വരി നിന്നിട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടി അടിയായിരിക്കും ലാസ്റ്റ് പൊടിയായിരിക്കും കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം കേട്ടോ. ചോളാപ്പൊടി എന്നാണ് ചോളാപ്പൊടിയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഒരു മഞ്ഞമാവ് എന്നൊക്കെ നമ്മൾ പറയുന്നതിന് മഞ്ഞമാവ് കടുകിട്ട് താളിച്ച്, ഇത് കുഴച്ച് കടുകിട്ട് താളിച്ച് എടുക്കണ സംഭവം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും നമുക്ക് ഇഷ്ടത്തോടുകൂടി അയച്ചത്. അപ്പോൾ ഒരുപാട് നന്ദി കേട്ടോ. ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ അയച്ചു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പം ഞാനിത് ഉണ്ടാക്കുന്നതും കൂടി ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിക്കാൻ നല്ല സൂപ്പർ കേട്ടോ. അപ്പോൾ ഇത് ആരൊക്കെ തിന്നിട്ടുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പക്ഷെ ഇപ്പം അംഗനവാടിയിൽ സൂചി ഗോതമ്പ് അങ്ങനെയുള്ള ക്യാരറ്റ് കടലൊക്കെ ഇട്ടിട്ടുള്ള സംഭവങ്ങളാണ്. പണ്ടത്തെ ആ ഒരു കാലം പറഞ്ഞാൽ അതൊരു കാലമാണ് കേട്ടോ. അന്ന് അതൊരു തൊള്ളയിൽ നിന്ന് ആ ടേസ്റ്റ് ഇപ്പോഴും പോയിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ടേസ്റ്റ് ഇപ്പം ഞാൻ അറിയാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമാണിത്. അപ്പോൾ എന്തായാലും ഞാൻ ഇത് ഉണ്ടാക്കട്ടെ കേട്ടോ, കാണിച്ചു തരാം. അപ്പം ഞാൻ ഇത് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മധുരമൊന്നും ഉണ്ടാവില്ല, നമ്മൾ മധുരം വേണമെങ്കിൽ ഇട്ട് കഴിക്കാം. അപ്പോൾ ഞാനിതാ ഒരു ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ചിട്ടിട്ട് ഒന്ന് നനച്ച് ഇതാക്കി എടുത്ത ശേഷം നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് പൊട്ടിക്കുന്നുണ്ട്. ലേസും ഒരു ഉപ്പ് ഇത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ലേസും ഉപ്പ് മതി കേട്ടോ. ഇനി ഇത് നമ്മളൊന്ന് നനച്ച് കുഴച്ചെടുക്കണം കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പം ഞാനിത് ഏകദേശം നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് താളിച്ച് കഴിക്കാം. അപ്പോൾ ഇത് നമ്മൾ വെളിച്ചെണ്ണയിൽ താളിക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കടുക് കടപടാതെ പൊട്ടുണ്ട് കേട്ടോ. പൊട്ടിയ ശേഷം നമ്മൾ ഇത് ഇട്ട് കൊടുത്താൽ നമ്മൾ നല്ലോണം ഇളക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പണ്ടത്തെ അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന സംഭവം. ഞാൻ ഇതിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ടേസ്റ്റ് നോക്കട്ടെ.